ഇമ്മാനുവൽ സിൽക്സ് എന്ന പേര് നമുക്കെല്ലാം സുപരിചിതമാണ്. ഇമ്മാനുവൽ സിൽക്സ് കൊച്ചിയുടെ പതനം എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇമ്മാനുവൽ സിൽക്സ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടിയത്? ലോകത്തിലെ ഏറ്റവും വലിയ വസ്ത്രശാല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സ്ഥാപനം 2 കോടി രൂപ മുടക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനവും നടത്തി. എന്നാൽ എല്ലാം കൈവിട്ടുപോയി. എന്താണ് ഇമ്മാനുവൽ സിൽക്സ് എന്ന സ്ഥാപനത്തിന്റെ തകർച്ചയുടെ കാരണം? ആഗ്രഹങ്ങൾ നിയന്ത്രണമില്ലാതായതോ? എന്താണ് സംഭവിച്ചത്? കൊച്ചിയിലെ ഇമ്മാനുവൽ സിൽക്സിന്റെ കഥയാണ് ഇത്. ഇമ്മാനുവൽ സിൽക്സിന് എന്ത് സംഭവിച്ചു എന്നത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കാൻ. ഇമ്മാനുവൽ സിൽക്സിന്റെ കഥ തുടങ്ങുന്നത് കൊച്ചിയിലല്ല, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടി അറിയപ്പെടുന്ന തൃശൂരിലാണ്. തൃശൂരിന്റെ മണ്ണിലാണ് ഒരു ഹോൾസെയിൽ ടെക്സ്റ്റൈൽസ് വിതരണക്കാരായി അവർ ആരംഭം കുറിച്ചത്. എന്നാൽ പിന്നീട് സ്ഥാപകരായ ഔസേഫും ഭാര്യ ആനിയും റീറ്റെയിൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. 2003 മന്നംപേട്ട എന്ന അവരുടെ നാട്ടിൻപുറമായ സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ഒരു പുതിയ ടെക്സ്റ്റൈൽ ഷോറൂം ആരംഭിച്ചു. അതായിരുന്നു അവരുടെ ബിസിനസ് കരിയറിലെ നാഴികക്കല്ല്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ തുടങ്ങുന്ന ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം തന്നെയായിരുന്നു അത്. അവരുടെ മക്കളായ ടോം ഷാജു, ടോം ബൈജു, ടോം രാജു, ടോം ജിജു എന്നിവർ പിന്നീട് ബിസിനസിന്റെ ഭാഗമായി. ബിസിനസ് കൂടുതൽ വളരുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇവർ പ്രധാന പങ്ക് വഹിച്ചു. ഒരു സാധാരണ തുണിക്കടയായി തുടങ്ങി പിന്നീട് ഹോൾസെയിൽ രംഗത്തേക്ക് കടന്ന ഒരു സ്ഥാപനം കൂടിയായിരുന്നു ഇമ്മാനുവൽ സിൽക്സ്. ഇത് തൃശ്ശൂരിലെ ജയ്ഹിന്ദ് മാർക്കറ്റിലായിരുന്നു ഇവരുടെ ഹോൾസെയിൽ സ്റ്റോർ. ഇവിടെ നിന്ന് കേരളത്തിലെ പല ചെറിയ തുണിക്കടകളിലേക്കും ഇവർ തുണികൾ വിതരണം ചെയ്തു. അവരുടെ പരിചയ സമ്പത്തും ബിസിനസ് രീതികളും കൊണ്ട് വലിയ മുന്നേറ്റമാണ് ഇവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂരിലെ ഹോൾസെയിൽ രംഗത്തെ വിജയത്തിന് ശേഷം ഇവർ റീറ്റെയിൽ മേഖലയിലേക്കും കടന്നു. തൃശ്ശൂരിലും കോട്ടയത്തും ഷോറൂമുകൾ തുടങ്ങി. ഈ ഷോറൂമുകളും ശ്രദ്ധേയമായി. സിനിമാ താരങ്ങളെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ ഇവർക്ക് വലിയ പ്രചാരണം നേടിക്കൊടുത്തു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഒരുമിച്ച് ഇവരുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ഇമ്മാനുവൽ സിൽക്സ് കേരളത്തിൽ ഉടനീളം പരിചയമായി, അല്ലെങ്കിൽ പ്രസിദ്ധി നേടി. വിലക്കുറവിൽ ഒരുപാട് ഓഫറുകളാണ് ഇമ്മാനുവൽ സിൽക്സ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. എന്നാൽ ഇത്രയും വിലക്കുറവ് നൽകുമ്പോൾ വില കൂട്ടിയിട്ടിട്ടാണ് പിന്നീട് ഡിസ്കൗണ്ട് നൽകുന്നത് എന്നൊരു ആക്ഷേപമാണ് ഇവർ വലിയ രീതിയിൽ നേരിട്ടത്. എന്നാൽ ആ സമയത്ത് തന്നെ വെല്ലുവിളികൾ ഉയർന്നിരുന്നത് എങ്ങനെയാണ് ഇത്രയും വില കുറച്ചു കൊടുക്കുക എന്നത് തന്നെയാണ്. കൊച്ചിയിലെ ടെക്സ്റ്റൈൽസ് ഇത്രയും വലിയ ഭീമമായ ടെക്സ്റ്റൈൽസ് മത്സരം നടക്കുന്നിടത്ത് ഇമ്മാനുവൽ സിൽക്സ് പിടിച്ചു നിൽക്കാൻ ഒരുപാട് പാടുപെട്ടു. ഇവരുമായി മത്സരിക്കാൻ ഇമ്മാനുവൽ സിൽക്സിന് കഴിഞ്ഞില്ല. ലുലു മോൾ വന്നതോടെ ഇടപ്പള്ളി ഭാഗത്തുള്ള മറ്റു കച്ചവട സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. മുൻപ് സൂചിപ്പിച്ച പോലെ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ലോ റവന്യൂ, കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ കാരണം ഇമ്മാനുവൽ സിൽക്സിനെ വലിയ നഷ്ടത്തിലേക്ക് തന്നെ അത് തള്ളിവിട്ടു. ദിവസേന വലിയ തുക നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. പ്രത്യേകിച്ചും വൈദ്യുതി ബിൽ തന്നെ, കറണ്ട് ബില്ല് തന്നെ വലിയൊരു എമൗണ്ട് വന്നു. ഇങ്ങനെയാണ് ഇമ്മാനുവൽ സിൽക്സ് തന്റെ പതനത്തിലേക്ക് പോയത്.